ആ ഫാദറെ, നമ്മുടെ 3 സുഹൃത്തുക്കൾ ഒന്നുണ്ടല്ലോ, അവരെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. താങ്കളുടെ പേര്? എന്റെ പേര് ഫാദർ സ്റ്റീഫൻ. ഫാദറായിരുന്നു അല്ലേ? ഫാദറാണ്. അപ്പൊ എവിടെയാ ഫാദർ ഉള്ളത് ഇപ്പോ? ഞങ്ങൾ ഒന്നിച്ചാണ്. ഒന്നിച്ചാ അല്ലേ? ഞാൻ ഒന്നിച്ച ഒരു കമ്മ്യൂണിറ്റി. ഇഷ്ടംപോലെ ഫാദറിന്റെ സംസാരം കേൾക്കാൻ ഭാഗ്യം ചെയ്ത ആളല്ലേ? അതെ, യാത്ര നേടാമൊരു കോടിക്കും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അന്നും ഉണ്ടായിരുന്നല്ലേ? ഓ, ഫാദറിന് എപ്പോ കോടി കിട്ടും അപ്പോഴെല്ലാം നമ്മളും ഉണ്ടല്ലേ? അപ്പൊ താങ്കൾ? ഫ്രിനോജ്. അച്ഛനല്ല, ഫ്രിനോജ്. അച്ഛനായിട്ടില്ല. അച്ഛനാണ് രണ്ട് കുട്ടികളുടെ അച്ഛനാണ്, അച്ഛനല്ല. സൂപ്പർ ആയിട്ടുണ്ട്. 2 കുട്ടികളുടെ പിതാവായല്ലോ. അങ്ങനെ ഒരു അച്ഛനാവുന്നതും സായുജ്യമാണ്. താങ്കൾ? ബിജോയ്. തൃശ്ശൂരിനാണ്. തൃശ്ശൂരാണ്. തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് മുല്ലശ്ശേരി. മുല്ലശ്ശേരി. ഫാദറിന്റെ കൂടെയാ? അലക്കിക്കൊള്ളുക. ഓക്കെ, താങ്ക് യു. നിങ്ങളെ പരിചയപ്പെടാൻ കിട്ടിയത് വളരെ സന്തോഷം. ഈ ഫാദറെ കുമ്പസാരിക്കാൻ വരുന്ന ആൾക്കാരെ, ഈ അവരിപ്പോ ഏത് ക്യാരക്ടർ ആയാലും നമ്മൾ കുമ്പസരിപ്പിച്ച് വിടുമല്ലോ അല്ലേ? അപ്പൊ ഈ കുമ്പസാരക്കൂടിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഫാദറെ നമ്മൾ അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കുവോ? അല്ല, അവര് പറയുന്നതിന് നമുക്ക് ആശ്വാസവും അവർക്ക് പരിഹാരവും പറഞ്ഞു കൊടുത്ത് അവർക്ക് ആശീർവാദം കൊടുക്കുക, പാപം മോചിക്കുക. അത്രേ ഉള്ളൂ. നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു അച്ഛനായിട്ടല്ല, അല്ല. അവര് വന്ന് പറയുന്നത് കൗൺസിലിംഗ് കേസാ. അല്ല, അവര് ദൈവത്തോടാണ് അവര് സംസാരിക്കുന്നത്. നമ്മൾ അവിടെ ഒരു ഉപകരണം മാത്രമായിട്ട് അവിടെ ഇരിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു കോടതി ആവശ്യപ്പെടുകയാണ് ഫാദറിന്റെ മുമ്പിൽ കുമ്പസാരിച്ച ഒരാളിന്റെ രഹസ്യം പറയില്ല. പറയാൻ ഒരു നിയമവും പറയില്ല. ഇല്ല. അവര് വരുന്നത് ആ വിശ്വാസത്തിലാണ് വരുന്നത്. ഒരു കള്ളൻ കുമ്പസാരിക്കാൻ വന്നല്ലോ ഫാദറിന്റെ ഒരു കള്ളൻ കുമ്പസാരിക്കാൻ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അയാൾ പറഞ്ഞു കട്ടെടുത്തുണ്ട്. അപ്പൊ അതെന്താന്ന് സ്വാഭാവികമായിട്ട് ചോദിക്കും. എന്റെ ഒരു സംശയമുണ്ട് ഫാദർ, എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത പണിയത്. നീ എന്തിനാ ഈ പണിക്ക് പോകുന്നത്? നിനക്ക് വേറെ പണിയും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചോദിക്കുവോ? അങ്ങനെ ചോദിക്കില്ല. ഞാൻ അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു അവൻ കട്ടത് തേങ്ങയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എവിടെ നിന്ന് കട്ട്? അപ്പൊ പറഞ്ഞു പള്ളിയിൽ നിന്ന് തന്നെയാ കട്ടേന്ന് പറഞ്ഞു. ഇത് ഈ പള്ളിയിൽ നിന്ന് തന്നെയാണ് തേങ്ങ കെട്ടിട്ട് ആ അച്ഛനോട് തന്നെ വന്ന് കുമ്പസാരിക്കുക. പുറത്തേക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അവനാണ് കട്ടെന്നുള്ളത്. നമ്മുടെ പോക്കറ്റിൽ നടിച്ചു മാറ്റിയാൽ എന്തൊരു തേങ്ങയാടാ നീ ചെയ്യണെന്ന് ചോദിക്കായിരുന്നു. പക്ഷെ അതവിടെ ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല മോനെ, അത് ശരിയല്ല, അത് നല്ലതല്ല, മനസ്സിലായ? അത് നല്ലതല്ല. അപ്പൊ പറഞ്ഞു അല്ല അച്ചോ, അല്ല അത് നല്ലതല്ലടാ. അല്ല അച്ഛൻ, ഞാൻ പൊളിച്ചു നോക്കിട്ട് പറയാന്നു തേങ്ങ. അപ്പൊ അവന് മനസ്സിലാവണ്ടല്ല. അവൻ ശരിക്കും മനുഷ്യരുണ്ടല്ലോ, നമ്മള് പറയുന്നു. ഇപ്പൊ അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാള് പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവനത് മനസ്സിലാക്കാണ്ടിരിക്കുകയാണ് ചെയ്യണേ. നമ്മളോട് പറഞ്ഞല്ലേ നല്ലതല്ല എന്ന് പറഞ്ഞത്, ആ ചെയ്യണ പ്രവൃത്തി നല്ലതല്ല എന്ന്. അവൻ തിരിച്ചു പറയണത് പൊളിച്ചു നോക്കിയിട്ട് പറയാന്ന്. ഏത് തേങ്ങ? കറക്റ്റ്. അച്ഛൻ ഇങ്ങനെ ഏതെങ്കിലും, കാരണം അച്ഛന് വേണമെങ്കിൽ ഇവരോട് ഒരു ഫലിതമൊക്കെ പറയാമല്ലോ. എന്റെ അച്ഛ, ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട്. ഒരുത്തം പറയാ. ഓക്കെ, എന്താ അല്ല, കുടിക്കുമ്പം മണം വരാതിരിക്കാൻ വേണ്ടി വലിക്കുന്നു. കുടിക്കുവോ? ഇല്ല, ചീട്ട് കളിച്ച് കാശ് കിട്ടുമ്പോൾ മാത്രമേ കുടിക്കുള്ളൂ. അപ്പം ചീട്ട് കളിക്കുവോ? അത് ലാഭില്ലാത്ത രാത്രിയിൽ മോഷ്ടിക്കാൻ പറ്റിയല്ലോ, അന്ന് ചീട്ട് കളിക്കാൻ പോകും. അപ്പം മോഷണമുള്ളോ? എപ്പോഴും ഇല്ല, ജയിലിൽ നിന്ന് പരോളിൽ ഇറങ്ങുമ്പോൾ മാത്രം. അവനാകെയുള്ള കുറ്റം സിഗരറ്റ് വലിച്ചെന്നുള്ള റോഡ് ഇങ്ങനെ കിടക്കുവാണ്. നീ പോ, ഈ വഴി പോ. ഓക്കെ, ഇങ്ങനെ എല്ലാം വളരെ രസകരമായ ക്യാരക്ടേഴ്സ് ആയി വരുന്നല്ലേ ഫാദറെ? അപ്പം ഇത് കേട്ടപ്പോഴല്ലോ നമ്മുടെ കുട്ടേട്ടനെ, ഫാദർ കുട്ടേട്ടൻ, പുള്ളിക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. ജോസഫ് പുത്തൻപുരയ്ക്കൽ ഫാദർ, താങ്കളോട് കുട്ടേട്ടൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. താങ്കളുടെ പ്രസംഗം ഓൺലൈനിൽ കേട്ട് ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കഥയില്ലേ? ഓസ്ട്രേലിയയില് ധ്യാനിപ്പിക്കുമായിരുന്നു. ധ്യാനിപ്പിച്ചു, അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നു. അപ്പോ നാട്ടിൽ വന്നു, തിരിച്ച് നമ്മൾ കേരളത്തിൽ വന്നു. ആ നാളുകളിൽ ഒരു സ്ത്രീയുടെ പ്രസവത്തിന്റെ ദിവസങ്ങളായിരുന്നു. അവള് പറഞ്ഞ ഏക ആഗ്രഹം എൻ്റെ തമാശയുള്ള കുടുംബജീവിത പ്രസംഗം ലേബർ റൂമിൽ തലയ്ക്കൽ വെക്കാനുള്ള അനുവാദം ചോദിച്ചു. ആരോട്? ഈ ആശുപത്രിക്കാരോട്. അവിടെ കെട്ടിയോട് പറഞ്ഞു, ആശുപത്രിക്കാരൻ മാർക്കറ്റ് ഉയർന്നു കഴിഞ്ഞു, വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ആ സ്ത്രീ ഈ പ്രസംഗം കേട്ട് കുലുങ്ങി ചിരിച്ച കൂട്ടത്തിൽ പ്രസവിച്ചു. അപ്പം പറഞ്ഞു, കെട്ടിയമെന്ന് പറഞ്ഞു, അച്ഛൻ്റെ പ്രസംഗം കേട്ട് പ്രസവിച്ചതാണ് ഇവള്, ഇത് അച്ഛൻ്റെ കൊച്ച,
അച്ഛൻ തന്നെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ എന്നെ പോയി മാമൂസ് നോക്കാൻ ഇടയായിട്ടുണ്ട്. ആണല്ലേ, അത് സൂപ്പർ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആശുപത്രികളിലൊക്കെ അച്ഛന്റെ പ്രസംഗം വയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ചിലയിടത്തൊക്കെ പാട്ട് വെച്ചേക്കൂല്ലേ ഫാദർ, ഇവർ റിലാക്സ് ആക്കാൻ വേണ്ടി. പാട്ടിന് പകരം അല്ലേ സിസേറിനൊക്കെ ഒഴിവാവും. അപ്പൊ അതുകൊണ്ട് സമ്മതിക്കല്ല, സിസേറിയൻ നടക്കുകയല്ലോ, ആശുപത്രിക്കാർ സമ്മതിക്കത്തില്ല.